നമസ്കാരം, ഷാഫി ദ വാട്സപ്പ് എക്സ്പെർട്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ വാട്സപ്പ് ഓട്ടോമേഷൻ ചെയ്യണം, എന്തൊക്കെയാണ് അതിൽ വരുന്നത്, അതുപോലെ ഇൻസ്റ്റഗ്രാം ഓട്ടോമേഷന് എന്തൊക്കെയാണ് വരുന്നത്, ഫേസ്ബുക്കിൻ്റെ ഓട്ടോമേഷൻ എന്തൊക്കെയാണ് വരുന്നത്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വളരെ ലെങ്ത് കുറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ മുഴുവനായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടാതെ നമുക്ക് മാർക്കറ്റിങ്ങിലും സെയിൽസൊക്കെ എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ ഉപയോഗിക്കാം, നമുക്ക് നമ്മുടെ ജോലിഭാരം എങ്ങനെ കുറക്കാം, നമ്മുടെ ബിസിനസ് ഒരു 24 അവർ വർക്ക് ചെയ്യുന്ന രൂപത്തിൽ ഈ പറയുന്ന ടെക്നോളജി എല്ലാം ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഫസ്റ്റ് ഞാൻ പറയുന്നത് വാട്സപ്പ് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാട്സപ്പുമായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം, കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഈ കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നുണ്ടാവും. വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊക്കെ വാട്സപ്പിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ, ഫേസ്ബുക്ക് ആഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ഒരു പേജാണ്, ഈ ഒരു പേജിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആഡ് കൊടുക്കുമ്പോൾ ആ ഒരു ആഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ലീഡ് ആഡായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ കോൾ ടു ആക്ഷൻ വാട്സപ്പിലേക്കായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. എങ്ങനെയായാലും നമുക്ക് ഈ ആഡിനെ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യാനും അതിൻ്റെ റിസൾട്ട് ഇട്ടാനും ഓട്ടോമേഷൻസ് ചെയ്തേ മതിയാവുള്ളൂ. കാരണം 24 അവർ നമുക്ക് എൻക്വയറീസ് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ അവസരത്തിന് കാത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രീ ടൈം കാത്തിട്ടൊന്നും ആരും നിൽക്കില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. നമുക്ക് ഇതിലൂടെ കുറേ കണ്ടന്റുകൾ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇമേജ് ആയിട്ടും ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും മറ്റുള്ള PDF ഫയലായിട്ടും എല്ലാം കൊടുക്കാം. പിന്നെ അതുപോലെ അവരോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ ലീഡിനെ ക്വാളിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ നല്ല ലീഡിനെ നമുക്ക് കിട്ടും. എല്ലാ ലീഡിനെയും നമ്മൾ ഒറ്റയടിക്ക് ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് പിന്നെ നമ്മൾ മാനുവലായിട്ട് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 24 അവർ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ആവും ചെയ്തു. പിന്നെ നമ്മൾ മാർക്കറ്റിങ്ങിൽ ബേസിക് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങളാണ് ലീഡ് നർച്ചറിങ് എന്ന് പറയും. നിങ്ങൾക്ക് വരുന്ന ഓരോ ലീഡിനെയും, അല്ലെങ്കിൽ ഒരു 100 ലീഡ് വന്നു കഴിഞ്ഞാൽ ആ 100 ലീഡ് ഒരിക്കലും കൺവേർട്ട് ആവില്ല. അത് 100% ഉറപ്പാണ്. അതിൽ 10% ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയെന്ന് വരാം. അതിൻ്റെ കറക്റ്റ് ഒരു ടേം പറയുകയാണെങ്കിൽ 3% ഇനീഷ്യലി പർച്ചേസ് ചെയ്യും നിങ്ങളെടുത്ത്. 7% കുറച്ചുകൂടി സമയം എടുക്കും നിങ്ങളെടുത്ത് പർച്ചേസ് ചെയ്യാൻ. ബാക്കി 30% എന്ത് ചെയ്യും, അവരൊന്നും കൂടി ആലോചിക്കും. അവരപ്പോൾ വാങ്ങില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ടേ വാങ്ങുള്ളൂ. ബാക്കി 60% ഉണ്ട്. അതിൽ 30% അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ വരുന്ന 30% അവർ നിങ്ങളിരുന്ന് ഒരിക്കലും വാങ്ങൂല. അവർ ഫ്രീ കൊടുക്കാന്ന് പറഞ്ഞാലും നിങ്ങളിരുന്ന് വാങ്ങൂല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ 30% ഒഴിവാക്കിയിട്ട് ബാക്കി 60% അല്ലെങ്കിൽ 67% നമ്മൾ ലീഡ് നർച്ചർ ചെയ്ത് കൊണ്ടുവരണം. അവരെ ഘട്ടം ഘട്ടമായിട്ടേ നമുക്ക് കിട്ടുള്ളൂ, ഒരിക്കലും ഒറ്റയടിക്ക് കിട്ടൂല. നമ്മളെല്ലാവരും ചെയ്യുന്നത് ഫസ്റ്റ് കുറച്ച് ഫോളോ അപ്പ് ചെയ്യും, പിന്നെ അവരെ വിട്ട് കളയും. പക്ഷെ ശരിക്കും നിങ്ങൾ 11 തവണ ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളതാണ് മാർക്കറ്റിംഗ് ടേമിലെ ഒരു ബേസിക് തത്വം. അപ്പോൾ ആ ഒരു തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇത് ഏത് ബിസിനസ്സിനും അത്യാവശ്യമുള്ളതാണ്, എന്ത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു 12 തവണയെങ്കിലും നിങ്ങൾ അവരെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അത് പല രൂപത്തിലാണ്. ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം, ഗ്രൂപ്പിൽ അതാവാം, അല്ലെങ്കിൽ മെയിൽ ചെയ്യാം, ഇൻസ്റ്റഗ്രാം DM ചെയ്യാം, ഫേസ്ബുക്കിൽ DM ചെയ്യാം, വാട്സപ്പ് മെസ്സേജ് ചെയ്യാം, എന്തോ ചെയ്യാം. ഇതിനൊക്കെ പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്, സിസ്റ്റംസ് അവൈലബിൾ ആണ്. ഞാൻ പല എൻ്റെ ക്ലയൻസിനും റെഫർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണിത്. ഇതിന് നമുക്ക് ഇൻസ്റ്റഗ്രാം കണക്ട് ചെയ്യാം, ഫേസ്ബുക്ക് കണക്ട് ചെയ്യാം, വാട്സപ്പ് കണക്ട് ചെയ്യാം, നമ്മുടെ ഇമെയിൽ കണക്ട് ചെയ്യാം, എല്ലാം ചെയ്യാം. അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും 2-way കമ്മ്യൂണിക്കേഷൻസും നടത്താം. അതായത് ഏത് യൂസറുമായിട്ടും നമുക്ക് 2-way കമ്മ്യൂണിക്കേഷൻസ് നടത്താൻ പറ്റും. അപ്പോൾ ഇതിലൂടെയാണ് ഇപ്പോൾ നമുക്ക് വാട്സപ്പിൽ ആരെങ്കിലും, ഇന്ന് വാട്സപ്പ് ഉപയോഗിക്കാത്തതായിട്ടുള്ള ഒരു ബിസിനസ്സുകാരും ഇല്ല. എല്ലാവർക്കും ബിസിനസ് വാട്സപ്പ് ഉള്ളതാണ്. അപ്പോൾ അതിന് ബിസിനസ്സിന് എക്സ്ക്ലൂസീവ് ആയിട്ടൊരു നമ്പർ എടുക്കുക. അതിൽ നമ്മൾ ഇതുപോലത്തെ വിർച്വൽ അസിസ്റ്റന്റ് എന്ന് പറയും, AI എനേബിൾഡ് ആയിട്ടുള്ള, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എനേബിൾഡ് ആയിട്ടുള്ള വിർച്വൽ അസിസ്റ്റൻസിനെ നമ്മൾ വെച്ചിട്ടേ കാര്യമുള്ളൂ. നിങ്ങൾക്കൊരു സ്റ്റാഫിനെ കൊണ്ട് 24 മണിക്കൂർ പണിയെടുപ്പിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ ഇങ്ങനത്തെ ടെക്നോളജികൾ നിങ്ങൾ ഇനി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ എത്ര ചെറിയ ബിസിനസ് ആണെങ്കിലും വലിയ ബിസിനസ് ആണെങ്കിലും തീർച്ചയായിട്ടും വേണം. ഞാനിപ്പോൾ വാട്സപ്പിൻ്റെ കേസ് പറഞ്ഞു, കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ്. അതിനുശേഷം വരുന്ന പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റഗ്രാം, അതിനുശേഷം വരുന്ന പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ലീഡ്സ് വേണം. കൂടാതെ നമ്മൾ ഇതെല്ലാം ഓട്ടോമേറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു ഉദാഹരണം പറയണം.
ഈ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇതിൽ ആരെങ്കിലും റിപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എൻ്റെ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഓട്ടോമാറ്റഡ് ആയിട്ട് അവർക്ക് മെസ്സേജ് പോകും, അവരോട് ചോദ്യങ്ങൾ ചോദിക്കും, അവരുടെ ഡീറ്റെയിൽസ് എടുക്കും. എനിക്ക് ഈ ഒരു എൻ്റെ ഡാഷ്ബോർഡിൽ ആരാണോ മെസ്സേജ് ചെയ്ത് എന്നുള്ളത് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ ഈ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ, ഇനിയിപ്പോൾ ഇതൊരു റീലാവാം, വീഡിയോ ആവാം, എന്തുമാവാം, ആരെങ്കിലും കമന്റ് ചെയ്യുക അല്ലെങ്കിൽ സപ്പോസ് ആരുടെയെങ്കിലും പിന്നെ ഈ ഒരു പോസ്റ്റിൽ അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റോറിയിൽ എന്നെ മെൻഷൻ ചെയ്യുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റം ഉടനടി അവരോട് ഡീറ്റെയിൽസ് ചോദിക്കും. എന്താണ് നിങ്ങളുടെ ആവശ്യം, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് കറക്റ്റ് സമയത്ത് റിപ്ലൈ പോവാണ്. അത് ഏത് സമയം എന്നുള്ളതല്ല, എല്ലാ സമയത്തും അവൈലബിൾ ആയിരിക്കും ഈ ഒരു വിർച്വൽ അസിസ്റ്റന്റ്. ഇതുപോലെ തന്നെ ഇത് ഇൻസ്റ്റാഗ്രാമിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ തന്നെ ഫേസ്ബുക്കിൽ എനിക്ക് ചെയ്യാം. ഇപ്പോൾ സപ്പോസ് ഫേസ്ബുക്ക് വാട്സപ്പിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു എൻട്രി പോയിന്റ് നമുക്ക് അവിടെ കിട്ടി. കൂടാതെ ഇതിപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ്, വീഡിയോ ആവാം, പോസ്റ്റർ ആവാം, എന്തും ആവാം, റീലാവാം, എന്തും ആവാം. ഇവിടെ ആരെങ്കിലും കമന്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് അവർക്ക് അയച്ചു കൊടുക്കും. അത് ഏത് പോസ്റ്റർ ആണെങ്കിലും. അപ്പോൾ എന്നിട്ട് അവരുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആരാണ് ആ പ്രൊഫൈല് അല്ലെങ്കിൽ ആ സംഭവം ഇവിടെ എൻ്റെ ഒരു ഡാഷ്ബോർഡിൽ വരിക. മാർക്കറ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബിസിനസ്സിൽ വേണ്ടത്. അത് പല സോഴ്സിൽ നമ്മൾ അവൈലബിൾ ആയിരിക്കണം. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എവിടെയാണോ അവിടെ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്നേ വേണം. നിങ്ങൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് പല അല്ലെങ്കിൽ ഒട്ടനവധി കാശ് ചെലവാകുന്നുണ്ടാവും. നിങ്ങൾക്ക് എത്രയാണ് റിട്ടേൺ കിട്ടുന്നത്, നിങ്ങൾക്ക് എത്രയാണ് റിട്ടേൺ ആവശ്യമുള്ളത് എന്ന് ഒന്ന് ആലോചിക്കും. നിങ്ങൾ ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ചെലവാക്കുന്ന ഓരോ രൂപയും നിങ്ങൾക്ക് വർത്തായിരിക്കും. നിങ്ങൾ കറക്റ്റ് ആഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, എനിക്ക് അതിൻ്റെ ഒരു 5 മടങ്ങ് അല്ലെങ്കിൽ ഒരു 10 മടങ്ങ് അതിൻ്റെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റും. ഷുവർ. കാരണം അതിനുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്തുണ്ട്, അതിനുള്ള സ്ട്രാറ്റജികൾ അല്ലെങ്കിൽ അതിനുള്ള സിസ്റ്റംസ് ചെയ്യേണ്ടതായിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്. കാരണം ഞാൻ ഇതിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലാവാം, ഫേസ്ബുക്കിലാവാം, വാട്സപ്പിലാവാം, ഇത് മൂന്നും ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമുകളാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഊന്നി പറയുന്നത്. ഇനി ഇതുമല്ല നമ്മൾ ഒരു യൂട്യൂബിലൊക്കെ കണ്ടന്റ് ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. യൂട്യൂബിൽ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഈ ഒരു ഓരോ വീഡിയോക്കും അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള നമ്മൾ ഓരോ വീഡിയോക്കും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ആളുകളോട് അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ എന്ത് പറയാം, നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതുപോലെ ഒരു ലിങ്ക് കൊടുക്കുക. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ ആവശ്യം അവിടെ കറക്റ്റ് വരുന്നില്ല. എല്ലാം ലീഡ് ക്വാളിഫിക്കേഷനും വേണ്ട ഡീറ്റെയിൽസും എല്ലാം യൂസർക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രോസ്പെക്ട്സിന്, നമ്മുടെ എല്ലാവരും പ്രോസ്പെക്ട്സ് ആണ്. നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ ആ പ്രോസ്പെക്ട്സിന് കറക്റ്റ് സമയത്ത് റിപ്ലൈ കൊടുക്കണം. എന്നിട്ടാണ് പിന്നെ അത് ലീഡായിട്ട് കൺവേർട്ടായി വരുന്നുള്ളൂ. ആ ലീഡിനെ പിന്നെ നമ്മൾ ക്വാളിഫൈ ചെയ്യുവാണ്. എല്ലാവരെയും നമുക്ക് ഒരിക്കലും കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു ഇവിടെ ഓട്ടോമേഷൻ എന്നൊരു സംഭവമുണ്ട്, സീക്വൻസിങ്. ഈ സീക്വൻസിങ് ഇന്നിപ്പോൾ നമ്മളൊക്കെ പല രൂപത്തിൽ കേട്ടിട്ടുണ്ട്. ഡ്രിപ്പ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ വേറൊരു വകഭേദമാണ്. നമ്മൾ പല ഇമെയിലിലും നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പല വെബ്സൈറ്റിലും പോയി നമ്മുടെ ഇമെയിൽ ലിസ്റ്റിന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല സമയത്ത് ഇമെയിൽ വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒന്നുകിൽ ഡെയിലി വരാം, അല്ലെങ്കിൽ വീക്കിലി വരാം, മന്ത്ലി, ഏത് രൂപത്തിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ രൂപത്തിൽ വരും. അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. എത്ര ദിവസത്തേക്കാണ് വേണ്ടത്, എത്ര മണിക്കൂർ ഇടവിട്ടിട്ടാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഏത് ദിവസത്താണ് പോകേണ്ടത്, ഏത് സമയത്താണ് പോകേണ്ടത്, ഇങ്ങനെ നമുക്ക് ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്തിടാം. ഇത് മാർക്കറ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. നമ്മൾ നർച്ചറിങ്, നിങ്ങൾക്ക് അതിനെ ഈ ഒരു വേർഡ് നിങ്ങൾ പഠിക്കുക. എന്താണ് ലീഡ് നർച്ചറിങ് എന്ന് പഠിക്കുക. നിങ്ങൾ വെറും ബിസിനസ്സിന് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല, പുതിയ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുക. ഒരു ബിസിനസ്മാൻ എപ്പോഴും ഒരു ലേണർ കൂടിയാവണം. അപ്പോൾ ലീഡ് നർച്ചറിങ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. നമ്മൾ എപ്പോഴും ആളുകളെ വിളിച്ച് ശല്യം ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഇതായിട്ടുണ്ടോ ആവശ്യമൊന്നുമില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്താൽ മാത്രം മതി. എനിക്ക് വരുന്ന ലീഡുകളൊന്നും ഞാൻ ഒരിക്കലും വിളിക്കാറില്ല. ഞാൻ അവർക്ക് വേണ്ടതായുള്ള സംഭവങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ക്വാളിഫൈ ചെയ്ത് വരുന്നവരെ മാത്രം, ചിലപ്പോൾ ദിവസം 1, 2 അല്ലെങ്കിൽ 5, 6 പേരെ മാത്രമേ എനിക്ക് വിളിക്കേണ്ടതായുള്ളൂ. ഒരു ദിവസം 40-50 ലീഡ് വരുന്നുണ്ട്. ഇവരൊക്കെ എൻ്റെ അടുത്തേക്ക് വരും, ഇവരൊക്കെ ഞാൻ കൺവേർട്ട് ചെയ്തെടുക്കും. അതിലൊരു 30%, 40% ലീഡ് അല്ലാത്തവർ അല്ലെങ്കിൽ ഒരിക്കലും ഇല്ലാത്തവരും ഉണ്ടാവും. അത് നോർമലാണ്. നിങ്ങൾക്കൊരു ദിവസം
ഒരു 100 രൂപ മാറ്റി വെക്കാൻ പറ്റുമോ എന്നാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദിവസം ഒരു 100 രൂപയ്ക്ക് ഒരാളെ വർക്ക് ചെയ്യാൻ കിട്ടില്ല. ഈ രൂപത്തിൽ ആലോചിച്ച് നോക്കുക. 100 രൂപ കൊടുത്ത് 24 മണിക്കൂർ 365 ദിവസം പണിയെടുക്കാൻ കിട്ടുന്ന ഒരാളെ വേണോ, അതോ നിങ്ങൾ ദിവസം 500 രൂപ കൊടുത്ത് 8 മണിക്കൂർ പണിയെടുക്കാൻ കിട്ടുന്ന ഒരാളെ വേണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഈ രൂപത്തിൽ നിങ്ങൾക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങൾക്ക് മാറേണ്ട സമയമാണ്. കാരണം അത്രയും ടെക്നോളജി ചേഞ്ചസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്തു, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ കുറേ നമ്മൾ ഇവൻറ്റുകൾ അല്ലെങ്കിൽ വെബിനാറുകൾ, മറ്റുള്ള ഡൗട്ട് ക്ലിയറിങ്, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എനിവേ നിങ്ങൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെയാലും വർത്തായിരിക്കും. അതിൽ നിങ്ങൾക്ക് കുറേ സംഭവങ്ങൾ പഠിക്കാൻ പറ്റും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം. എനിവേ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഞാൻ നീട്ടിക്കൊണ്ടുപോകില്ല. താങ്ക് യു.